ആസ്തുമായിട്ടൊരു പേഷ്യൻ്റ് വരുന്നു. അവിടെ ഒരു പഫ് എടുത്തു കഴിഞ്ഞാൽ, ഇൻഹേലർ എടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശം വികസിച്ചു, ശ്വാസം മുട്ട് മാറി. പക്ഷെ പ്രകൃതിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തിരി സമയമെടുക്കും. 40 മിനിറ്റ് എടുക്കും ഞങ്ങളുടെ രീതിയിൽ ആ ശ്വാസം മുട്ട് മാറി വരാൻ. മറ്റിടത്ത് 5-10 മിനിറ്റ് കൊണ്ട് ഒരു ഇൻഹേലർ എടുത്തു കഴിഞ്ഞാൽ മെച്ചം കിട്ടും. ഇവിടെ 40 മിനിറ്റ് എടുക്കും. പക്ഷേ 3-4 പ്രാവശ്യം കൊണ്ട് 1 മാസം കൊണ്ട് ജീവിതത്തിൽ പിന്നെ ആസ്തമ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. ഇൻഹേലർ എടുക്കാൻ പോയാൽ ജീവിതകാലം മുഴുവനും ആസ്തമ വരും, നിങ്ങൾ ഈ വലിക്കും. അതോടെ കുറച്ച് കഴിയുമ്പോൾ ശ്വാസകോശത്തിൻ്റെ ഇലാസ്തികത ഈ മരുന്ന് നശിപ്പിക്കും. അതിൻ്റെ ലൈനിങ് മൂക്കോസ് മെംബ്രെയിനൊക്കെ പോകും. നിങ്ങൾ ദുരിതം സഹിച്ച് മരിക്കേണ്ടി വരും. അപ്പം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? വേദനയാണെങ്കിൽ ഒരു വേദനാ സംഹാരി കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ബാം പുരട്ടിയാൽ അവിടെ വാസോ ഡൈലേഷനാണ് നടക്കുക. വേദനയ്ക്ക് കാരണം വലിഞ്ഞു മുറുകുന്നതാണ്, വാസോ കൺസ്ട്രിക്ഷനാണ്. അവിടെ ഒരു വോലിനിയോ അതുപോലുള്ള വിഷം എന്തെങ്കിലും പുരട്ടിയാൽ അത് വികസിക്കും, വാസോ ഡൈലേഷൻ വരും. അപ്പം ഞങ്ങളെന്താ ചെയ്യുക? പ്രകൃതി എന്താ ചെയ്യുക? ഈ വേദനയുള്ള ഭാഗത്ത് അല്പം ചൂട് വയ്ക്കും. ചൂട് വയ്ക്കുമ്പോൾ വാസോ ഡൈലേഷൻ ഒന്ന് വികസിക്കും. വേറെ തരത്തിൽ ഞങ്ങൾ തണുപ്പ് വയ്ക്കും. തണുപ്പ് വയ്ക്കുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ കിട്ടും, കൂടുതൽ രക്തം അങ്ങോട്ട് വരും. അങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു സൈഡ് എഫക്റ്റും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏത് വേദനയും മാറ്റിയെടുക്കാനുള്ള പല പല രീതികളുണ്ട്. ഇത് മാത്രമല്ല, പ്രകൃതി രീതികളിൽ. ആ പ്രകൃതി രീതിക്ക് പോകണോ അതോ കരളിൽ ചെന്ന് കരൾ നിർവീര്യമാക്കേണ്ട തരത്തിലുള്ള വിഷങ്ങൾ വൃക്കയിലൂടെ മൂത്രത്തിലൂടെ പോകുമ്പോൾ കിഡ്നി കൂടി തകരുന്ന തരത്തിലുള്ള പെയിൻ കില്ലറുകൾ നിങ്ങൾ കഴിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അലോപ്പതിയും പ്രകൃതി ചികിത്സയും ലക്ഷ്യമാക്കുന്നത് വാസോ കൺസ്ട്രിക്ഷനോ വാസോ ഡൈലേഷനോ ആയിരിക്കാം. അത് നിരുപദ്രവമായ രീതിയിൽ ചെയ്യുന്നതാണ് പ്രകൃതി രീതികൾ. അത് കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്ന് നിരോധിക്കും. കുറച്ചുകൂടെ നല്ല മരുന്ന് വരുമ്പോൾ ഞങ്ങളത് നിരോധിക്കും കേട്ടോ എന്ന് പറയുന്ന ഒരു സാധനത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുക, ആശ്രയിക്കുക, ശാസ്ത്രീയമെന്ന് പറയുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജലദോഷം, ഛർദി, വയറിളക്കം, പനി, പിന്നെ ശരീരം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്നതാണ് ത്വക്ക് രോഗങ്ങൾ. നിങ്ങളൊരു ത്വക്ക് രോഗത്തെ മരുന്ന് ചെയ്ത് നിർത്തിയോ, നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്തമ പിടിച്ചാൽ രക്ഷപ്പെടും. ഭാഗ്യമുണ്ടെങ്കിൽ ആസ്തമ പിടിക്കും. അതല്ല എങ്കിൽ ബ്ലോക്കായിട്ട് ഹാർട്ടിൽ കയറാം. അതുമല്ല എങ്കിൽ ത്വക്കിലൂടെ കളയുന്ന വിഷാംശങ്ങൾ നിങ്ങളുടെ കരളിന് കേടുണ്ടാക്കാം, വൃക്കയ്ക്ക് കേടുണ്ടാക്കാം. വലിയ താമസമില്ലാണ്ട് ഡയാലിസിസ് മെഷീൻ്റെ പുറകിൽ കാണേണ്ടതായിട്ട് വരും. ത്വക്ക് രോഗങ്ങളെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. അത് വിഷത്തിൻ്റെ, ശരീരത്തിൽ നിന്ന് തള്ളിക്കളയാൻ വയ്യാത്ത വിഷത്തിൻ്റെ കേന്ദ്രീകരണമാണ്. പ്രകൃതി രീതിയിൽ ഭക്ഷണക്രമം മാറ്റി മാറ്റി സാവധാനത്തിൽ മാറ്റിയെടുത്തേ തീരൂ. തൊലിപ്പുറത്തുണ്ടാകുന്ന പല പ്രയാസങ്ങളും നിങ്ങളുടെ ഭക്ഷണം പ്രകൃതി രീതിയിൽ 2 നേരം വേവിച്ചത്, 1 നേരം വേവിക്കാത്തത്, ഒരു 4-5 ജ്യൂസ്. അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും ഭക്ഷണമൊക്കെ പ്രകൃതി കഴിക്കാവോ? അപ്പം ഇങ്ങനെ കഴിക്കാമല്ലോ. സാറേ, ഞാൻ കരുതിയത് പ്രകൃതി ചികിത്സ പട്ടിണിക്കിടുന്ന ചികിത്സ എന്നാണ്. ഒരു കിഡ്നി പേഷ്യൻ്റ് എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു കോഴിക്കോട് നേച്ചർ ലൈഫ് വെച്ച്. സാറേ, എൻ്റെ ഒരു സുഹൃത്ത് കാല് പിടിച്ച് എന്നോട് പറഞ്ഞതാണ് ഇവിടെ വരണം. ഞാൻ പറഞ്ഞില്ല, സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയ്ക്കേ ഞാൻ പോവുകയുള്ളൂ. സാറേ, അന്നേരം എനിക്ക് ക്രിയാറ്റിൻ 2 ഉണ്ടായിരുന്നുള്ളൂ സാറേ. 6 മാസം ഞാൻ ആ മരുന്ന് കഴിച്ചപ്പോൾ അത് 8 ആയി സാറേ. 6 മാസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു സാറേ. 5 വരെയാണെങ്കിലും നമുക്ക് ഒരു പ്രയാസമില്ലാതെ രക്ഷിക്കാൻ പറ്റും. 5 കൂടുതൽ കഴിഞ്ഞാൽ കിഡ്നിയിൽ ക്രിയാറ്റിൻ കൂടി, 5 കൂടുതൽ കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം പിന്നെ 10-25% ബാക്കിയുണ്ടെങ്കിൽ ഭാഗ്യം. 10 കഴിഞ്ഞാൽ പിന്നെ ആ കിഡ്നി പ്രവർത്തിക്കുന്നില്ല എന്ന് കണക്ക് കൂട്ടേണ്ടതായി വരും. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കൊരു രോഗിയെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ദൈവത്തിൻ്റെ പണിയൊന്നും നമ്മുടെ കയ്യിലില്ല. ആ ശരീരത്തിന് സ്വയം കേട് തീർക്കാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ ജലദോഷം, ഛർദി, വയറിളക്കം, പനി, ത്വക്ക് രോഗങ്ങൾ, ഇതൊന്നും രോഗങ്ങളല്ല,
രോഗങ്ങൾ വരാതിരിക്കാൻ, അവയവങ്ങൾക്ക് കേടുപറ്റാതിരിക്കാൻ ശരീരം നടത്തുന്ന ശ്രമങ്ങളാണ്. അതിന് ഉപവസിച്ചും പഴങ്ങൾ മാത്രം കഴിച്ചും ഒരു നേരം ഭക്ഷണം കഴിച്ചു ബാക്കി പഴങ്ങളാക്കിയും പല രീതിയിൽ അതിനെ നേരിടാൻ പറ്റും. അങ്ങനെ ഒരു വിവേകത്തോടെ പോയാൽ ഒരു രോഗവും നമുക്ക് വരില്ല. ആനന്ദകരമായൊരു ജീവിതം തികച്ചും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും.